കാണുമ്പോൾ അവൻ ചിരി ഇങ്ങനെ മറന്ന് കിടക്കുകയാണ്. എടാ എന്താ പറ്റിയെന്ന് ചോദിച്ചാൽ പറഞ്ഞു ശമ്പ് ഇട്ടത് പൊട്ടിപ്പോയതാണ്. രക്ഷപ്പെട്ടല്ലേ, നീ ഇത് ഇവിടെ വെക്കാൻ പറയണം, മേളി വെക്കുമെന്ന്. താഴത്തെ കീറി പൊട്ടിപ്പോയിട്ടോ മേളി വെക്കുകയാണ്. ദുശീലം രക്ഷപ്പെടാൻ നോക്കുന്നില്ല. നാടിന്റെ ഏറ്റവും വലിയ തിന്മയാണ് കഞ്ചാവിന് അടിമയായിട്ട്. പണ്ടൊക്കെന്ന് പറഞ്ഞാൽ മക്കളൊക്കെ എപ്പോഴെങ്കിലും ഓണത്തിനോ ക്രിസ്മസിനോ വല്ല കൂട്ടുകാരുടെ കല്യാണത്തിനോ വല്ലതും പോകുമ്പോൾ അല്ലെങ്കിൽ എവിടെങ്കിലും പോയി പമ്മി ഇച്ചിരി അടിക്കുക, അന്ന് അവൻ വാള് വെച്ച് നശിപ്പിച്ച് കക്കി നശിപ്പിക്കും. അപ്പനറിയാം അമ്മയറിയാം അടിയുടെ പൂര കെട്ട് അത്തോട്ട് കൂടി അവന്റെ പലതിന്റെ കൂടി നിൽക്കും ചവിട്ട്. കാരണം അവൻ കക്കി നശിപ്പിച്ച് വാള് വെച്ച് ഊടുപാട് നശിപ്പിക്കും. അവൻ അറിയും എങ്ങനെങ്കിലും പിടിക്കും, മിക്കതിന്റെ അതോടുകൂടി തീരും. പക്ഷെ മറ്റൊരു അപകടത്തിലേക്ക് പോയി കഞ്ചാവ് അറിയാൻ വൈകുന്നു. ദുശീലം നിർബന്ധിച്ച് ചിലപ്പോൾ അത് പല രീതിയിൽ തുടങ്ങിക്കുന്നു. കൂടുതലും ദുശീലങ്ങൾ ഈ മാഫിയകൾ എവിടെ വർക്ക് ചെയ്യുക, സ്കൂളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടാണെന്ന്. തമ്പുരാനെ ഞെട്ടിപ്പോയി. കൊച്ചു കുഞ്ഞുങ്ങൾ കളിക്കാൻ പോകുന്ന ഗ്രൗണ്ട് കണ്ട് അടുത്ത് വരെ ഇതിന്റെ കച്ചവടങ്ങളെന്ന്. എന്തുവാ ഇത്? എന്തുകൊണ്ടാണ് സംഭവിക്കുന്നേ? ഒറ്റക്കാര്യം, ദൈവത്തെ ദൈവം എന്നോർത്ത് മകത്തികരിച്ച് നന്ദി കാണിക്കാൻ നമുക്ക് കഴിയാതെ വരുമ്പോൾ തിരിച്ചടി പെരുകയാണ്. ആ തിരിച്ചടി ഒരു തലമുറയെ തകർക്കുന്ന ദുശീലങ്ങളായിട്ട് മാറിയും. ഇന്ന് സത്യത്തെ എൻ്റെ പൊന്നു പ്രിയപ്പെട്ടവരെ, ഈ മൊബൈലിന്റെ ലോകത്തൊക്കെ കയറി ഈ ഓൺലൈനിലൂടെ ഇരിക്കുന്ന മക്കളെ ഓർത്ത് വിഷമിക്കാത്ത എത്ര പേരുണ്ട്? എന്താ സംഭവം അറിയാം? ആദ്യത്തെ സംഭവം ദൈവത്തെ ദൈവം എന്നോർത്ത് മകത്തികരിച്ച് നന്ദി കാണിക്കാൻ മനുഷ്യന് കഴിയാതെ വന്നപ്പോ തിരിച്ചടി ഉണ്ടായി. ദുശീലം, കുല, പിണക്കം, കൊട്ടേഷൻ കൊടുക്കാനും കൊട്ടേഷൻ സംഘത്തിന്റെ ഭാഗമാകാനും തമ്മി വെട്ടാനും അടിക്കാനും ഒക്കെ ഒരു മടിയില്ലാത്ത മനുഷ്യരായിട്ട് മാറി. കുറച്ചാൾക്ക് മുമ്പ് ഈ പത്തനാപുരം റോഡിൽ കൂടെ പോകുമ്പോൾ കണ്ണിന് കണ്ട ഒരു കാഴ്ചയുണ്ട്. ഒരു 3 പിള്ളേർ ട്രിപ്പിൾസ് വെച്ച് ബൈക്കേ വരുന്നു. അവരൊരു വണ്ടി ഓവർടേക്ക് ചെയ്യുന്നു. ഓവർടേക്ക് ചെയ്ത് പോയപ്പോൾ അവരെന്തോ വരുവോ സൈഡ് കൊടുക്കാതിരിക്കേണ്ടി ചെയ്തു. പെട്ടെന്ന് ഞാൻ വരുമ്പോൾ റോഡ് ബ്ലോക്ക് ആയി കിടക്കും. നോക്കുമ്പോൾ കണ്ട കാഴ്ച ഈ 3 പിള്ളേർ ബൈക്കേ വന്നൊരു ചവിട്ടുകാണ് 2 എണ്ണത്തെ ഇട്ട് ആടിച്ച് അതിനകത്ത് ഇട്ടിടിച്ച് ഒരുത്തൻ ഓടി അപ്പുറത്ത് മേളൊരു വീട്ടിൽ കയറി ചെന്നിട്ട് അവരെ ഓടിപ്പോയിട്ട് സൗകര്യമാർ മാത്രമുള്ള വീട് അവിടുന്ന് വിരിച്ചിറക്കി അടിച്ച് സ്റ്റെപ്പെ കൂടെ ഉരുട്ടി ഇവൻ ഓടി വന്ന് വണ്ടിക്കകത്ത് കയറുന്നു. വണ്ടിക്കകത്ത് കയറി കഥക് പൂട്ടിയിട്ടിട്ട് ചവിട്ടിട്ട് ഒരുത്തൻ അവന്റെ വണ്ടിയുടെ താക്കോൽ ഇങ്ങോട്ട് ഊരിയിട്ട് നീളമുള്ളത് ഇങ്ങോട്ട് ഒറ്റ കുത്ത് തലയിൽ കൂടെ രക്തം ചീറ്റുന്നു. ഇവനും അമ്മയുടെ മുലപ്പാൽ കുടിച്ച് ഇറങ്ങി. ഇവനൊരു അമ്മയില്ലേ ഈ ഇടി കിട്ടുന്നവന്. പക്ഷെ എന്താ, കൊല്ലം മടിയില്ലാത്ത മനുഷ്യനായിട്ട് മാറി. ഒറ്റക്കാര്യം ഇത്ര എങ്ങനെ മനുഷ്യൻ നികഷ്ടരാകുന്നത്? അകത്ത് ദൈവബോധം കുറയുമ്പോൾ മനുഷ്യൻ നികഷ്ടരായിട്ട് മാറുന്നു. അലിവുള്ള ഹൃദയം വാത്സല്യം ഇല്ലാതെ പോന്നു. അലിവില്ലാത്തവർ, ദുശീലങ്ങൾ, കൊലപാതകം, പിണക്കം. പിണങ്ങിയൊക്കെ 3, 4, 5, 6 ദിവസം പിണങ്ങി കിടക്കത്തില്ലേ? എത്ര പിണങ്ങിയാലും വഴക്കുണ്ടാക്കിയാലും കഥ അടച്ചാലും മിണ്ടത്തിൽ എന്ന് പറഞ്ഞാൽ നേരം വിളക്കും അപ്പനെ അമ്മയെ കണ്ട പിണക്കം മാറത്തില്ലേ? പക്ഷെ സഹോദരങ്ങൾ പോലും തമ്മിൽ പിണങ്ങിയ വല്ലാത്ത ദേഷ്യം. ഇതിന്റെ അടുത്തിടയ്ക്ക് കൊണ്ട് 2 ചേട്ടൻ അനിയനെ 2 വീട്ടിലാക്കിയിരിക്കുക. കാരണം ഇവന്മാർ തമ്മിൽ അടിക്കും. വിളിച്ചു പോയെങ്കിൽ പിണങ്ങിപ്പോയെങ്കിൽ ഇച്ച തെറ്റി അടിച്ചെന്നൊക്കെ പറഞ്ഞാൽ മറ്റേ ചേട്ടനും തമ്മിൽ അടിച്ച് 5 മിനിറ്റ് കഴിയുമ്പോൾ ഇടക്കം മാറും. ഇണങ്ങുന്നവര്. പിണക്കം, കപടം, ദുശീലം, ഉരുളക്കാർ, ഏഷണിക്കാർ, ദൈവദോഷികൾ, നിഷ്ഠൂരന്മാർ, ഗർവിഷ്ഠന്മാർ, ആത്മപ്രശംസക്കാർ. ഇതെല്ലാം കഴിഞ്ഞിട്ടോ സ്വയം വലുതാകാൻ വേണ്ടി ശ്രമിക്കുകയാണ്. ഈ സ്വയം വലുതാകാൻ വേണ്ടിയുള്ള ആത്മപ്രശംസയുടെ ഭാഗമാണ് എപ്പോഴും സെൽഫി എടുക്കുക, ഇൻസ്റ്റാഗ്രാമിൽ ഇടുക. അതിനുവേണ്ടി എന്ത് വെള്ളം ചെയ്യും, എന്ത് ഡ്രാമ, അങ്ങനെ ചാടും ഇങ്ങനെ ചാടും. ഇതെല്ലാം ഒറ്റക്കാരിയാണ്. വെല്ലോന്റെ ബെൻസുകാരന്റെ മുമ്പിൽ പോയി ഫോട്ടോ എടുത്തിടും. ആത്മപ്രശംസ നമുക്കുള്ളത് തൃപ്തിപ്പെട്ട പോലെ. ആത്മപ്രശംസക്കാര്, പുതുദോഷം സങ്കല്പിക്കുന്നവർ. അടുത്തത് മാതാപിതാക്കന്മാരെ അനുസരിക്കാത്തവർ. മിക്ക മക്കളുടെയും പ്രശ്നം ഇതാണ്. അപ്പനും അമ്മയെ അനുസരിക്കത്തില്ല, അവരെ പോരാ. ദൈവമേ നശിച്ച വീട്ടിൽ ഞാൻ ജനിച്ചല്ലോ എന്നുള്ള പരാതിയാ പലർക്കും. അവരാണെങ്കിൽ എന്ന് അല്ലായിരുന്നു. പക്ഷെ മക്കൾക്കൊക്കെ അറിയാൻ വയ്യാത്തൊരു കാര്യമുണ്ട്. ഞാൻ 1000 മക്കളോട് എന്നും ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. ഈ അപ്പനും അമ്മയും മനുഷ്യനും ഈ മക്കൾക്ക് വേണ്ടി കഷ്ടപ്പെടുകയല്ലേ? അവർ ജീവിക്കുന്ന ഇവർക്ക് വേണ്ടിയല്ലേ? ഒരു പക്ഷെ നിങ്ങൾ ചോദിക്കുന്ന പലതും ഇപ്പം മേടിച്ചു തരാൻ ഒക്കത്തില്ലായിരിക്കാം. ഒന്ന് സാമ്പത്തിക ബുദ്ധിമുട്ട്, രണ്ടത് തന്നാൽ നിങ്ങൾക്ക് അപകടമാകുന്നു. നിങ്ങളുടെ കൂട്ടുകാർക്ക് ബൈക്കുണ്ട്, ബൈക്ക് ഇപ്പം എടുത്തു കൊടുത്തിട്ട് വഴക്ക് പിടിച്ച് മേടിച്ച് ഒടിഞ്ഞ് കൈ കാലം ഒടിഞ്ഞ് വീട്ടിൽ കിടപ്പുണ്ട്. അന്നേരം നോക്കാൻ ഈ അമ്മ വേണ്ടേ? അവനെ മാത്രം നോക്കിയപ്പോൾ വീണ അവനെ കൂട്ടുകാരനെ കൂടെ നോക്കണം. അപ്പോഴും വാശിയാണ്. എന്താ കാര്യം? മാതാപിതാക്കളുടെ വേദന മനുഷ്യൻ അറിയുന്നില്ല.